ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഓണം വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഓണമായിട്ട് നമ്മുടെ സതീശേട്ടനും ചന്ദ്രേട്ടനും മാലിനേച്ചിയും കൂടെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓണാഘോഷത്തിന്. അപ്പോൾ രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മളവിടെ എത്തി. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പൂക്കളമൊക്കെ ഇട്ട് സദ്യയൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഒരുങ്ങി പിന്നെ സദ്യയൊക്കെ കഴിക്കാം, അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ എത്തിയത്. അങ്ങനെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും അവിടെ പൂക്കളത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു അവിടെയുള്ളവർ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പൂക്കളം ഇടാനായിട്ട് കൂടി. അങ്ങനെ പൂക്കളത്തിൻ്റെ പണികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂക്കളത്തിൻ്റെ പരിപാടി ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. നമ്മുടെ ഓണസദ്യയാണല്ലോ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ചെന്നപ്പോൾ തന്നെ മാലിനേച്ചി ഏകദേശം കുറേ സാമ്പാർ, അതുപോലെ അവിയൽ, പുളിശ്ശേരി, അങ്ങനത്തെ പിന്നെ മാലിനേച്ചിൻ്റെ തന്നെ പൊടി കൈകളിലായിട്ടുള്ള കുറച്ച് കറികൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ചെറിയ മെഴുക്ക് പുരട്ടി, തോരൻ, അതുപോലെ കിച്ചടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറി. ഞാനാണെങ്കിൽ മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പയർ അരിയാനുള്ള പിന്നെ ഉത്തരവാദിത്തം അങ്ങോട്ട് ഏറ്റെടുത്തു. ദൃശ്യ നമ്മുടെ ക്യാബേജ് അരിയുന്നു, ബീട്രൂട്ട് അരിയുന്നു, മാലിനേച്ചി എല്ലാം കുക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. അതിനിടയ്ക്ക് നീരജ് ബായി അതിൽ വന്നപ്പോൾ പുള്ളിക്കും കൊടുത്തു ഒരു പിന്നെ പണി. മാമ്പഴം കൊണ്ട് മാലിനേച്ചി ഒരു പുതിയ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് മാമ്പഴം ചെത്താനും കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആ പണിയും അങ്ങനെ കൊടുത്തു. അങ്ങനെ തകൃതിയായിട്ട് നമ്മുടെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൂക്കളം ഏറെക്കുറെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ് പൂക്കളം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ സദ്യയുടെ ലാസ്റ്റ് സംഭവമായ പായസം ഉണ്ടാക്കുന്നതിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഏകദേശം പായസം പകുതി കുക്കായി കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ സേമിയ പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ സേമിയയ്ക്ക് ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ പിന്നെ വീണ്ടും ഒരു പാക്കറ്റും കൂടെ സേമിയ മേടിച്ചുകൊണ്ട് വന്നിട്ട് എക്സ്ട്രാ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടു. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൂക്കളയിടലും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡി ആവാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ റെഡി ആയിട്ട് വന്നു. നമ്മളെല്ലാവരും ഏകദേശം റെഡി ആയിട്ട് വന്നു. പിന്നെ കുറച്ച് പേര് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത കുറച്ച് പേരൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്ന ആ സമയത്തിനിടയ്ക്ക് ജസ്റ്റ് ഒരു വീഡിയോയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പൂക്കളത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് പിന്നെ ഗൈസ് ഞാനൊരു മൂക്കുത്തി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗൈസ് എങ്ങനെയുണ്ട്? മാലിനേച്ചീൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയ മൂക്കുത്തിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മൂക്കുത്തി ട്രൈ ചെയ്യുന്നത്. എനിക്ക് മൂക്കുത്തി ചേരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഹാപ്പി ഓണം പോലോ. ഹാപ്പി ഓണം. ജാസ്മിനെ ഹാപ്പി ഓണം പറ. ഉറങ്ങല്ലേ? ഹലോ ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം. എത്ര സൗണ്ട് കുറയ്ക്കണ്ടേ? ലേശം കുറച്ച് പറയാട്ടോ. ലേശം ടൈറ്റ് കുറയ്ക്കാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ വന്നു. ഏകദേശം നമ്മുടെ സദ്യ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്.
എല്ലാം എടുക്കാൻ എളുപ്പത്തിന് നമ്മൾ പിന്നെന്താ കയ്യിൽ ദൂരത്തെല്ലാം നിരത്തി റെഡിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടി പോവാം. ബിബീഷ്, ഭാര്യയും ഭർത്താവും, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയൂ. എന്താണ് ഈ ഒരു ഓണാഘോഷത്തിൽ? നമ്മൾ ഗസ്റ്റുകളെയൊക്കെ എല്ലാവരെയും ഫസ്റ്റ് പന്തിയിൽ അങ്ങിരുത്തി, ഫസ്റ്റ് പന്തി ഇലയൊക്കെ ഇട്ട് നമ്മൾ സദ്യയൊക്കെ വിളമ്പി, അതിന് ശേഷം നമ്മളിരുന്നു. അങ്ങനെ നമ്മൾ ഓണസദ്യയൊക്കെ കഴിച്ച് നമ്മുടെ ഓണാഘോഷം അങ്ങനെ വൈൻഡപ്പ് ചെയ്തു. അതുപോലെ നമ്മുടെ വ്ലോഗും ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പം ചെറിയൊരു വ്ലോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയ ഞങ്ങളുടെ ഒരു ഓണം വ്ലോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അങ്ങനെ നമ്മുടെ ഓണാഘോഷം തീർന്നിരിക്കുകയാണ്.